സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായും തുടർന്ന് മുഖ്യമന്ത്രിയായും നിയോഗിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അവരോടെല്ലാം എൻ്റെ തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ്. കോൺഗ്രസ് അതിൻ്റെ ജനാധിപത്യ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനവികാരം തീർച്ചയായും നിയമസഭാ സമാജിയുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ട്, അതെല്ലാം കണക്കിലെടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനമനസ്സ് എങ്ങനെ ചിന്തിക്കുന്നു, ജനവികാരം എന്താണ്, അത് കൃത്യമായും വിലയിരുത്തി അതിനാധാരമായ രീതിയിൽ അതിനെ മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി അവർ നിയോഗിച്ചിരിക്കുകയാണ്. ജനവികാരമാണ് ഏറ്റവും വലിയ, ജനങ്ങളാണല്ലോ ഏറ്റവും വലിയ ശക്തി. ജനാധിപത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളാണല്ലോ. ആ ജനങ്ങളുടെ വികാരം ഞാൻ കണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ. ഞാനൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്, മന്ത്രിസഭാ രൂപീകരണത്തിന് സാക്ഷിയായിട്ടുണ്ട്, അകലെ നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഈ തവണ സതീശന് കിട്ടിയതുപോലെ ഒരു വ്യാപകമായ പിന്തുണ ഞാൻ ഒരു സന്ദർഭത്തിലും കണ്ടിട്ടില്ല. പഴയകാലത്തൊക്കെ നേതൃതലത്തിൽ ചർച്ച വരും, അല്പം കൂടെ അണികളുടെ ഭാഗത്തുനിന്നൊരു ചിന്ത വരും എന്നല്ലാതെ ജനങ്ങൾ ഇത്രമാത്രം, വീട്ടമ്മമാർ, കുട്ടികൾ, സീനിയർ സിറ്റിസൺസ്, ചെറുപ്പക്കാർ, ഇങ്ങനെ എന്താ പറയുക, ഇളം തലമുറയും മുതിർന്ന തലമുറയും ഒരേ രീതിയിൽ ഒരേ വികാരത്തോടുകൂടി പ്രതികരിച്ചത് ഞാൻ കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യങ്ങളിലൊന്നാണ്. ഏതായാലും അതെല്ലാം മാനിച്ച് കേരളത്തിലെ KPCCയുടെയും പാർട്ടി നേതാക്കന്മാരുടെയും അതുപോലെ MLAമാരുടെയും ജനങ്ങളുടെയും ഒക്കെ മനസ്സ് വായിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ഏറ്റവും ഉചിതമായ തീരുമാനം, യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടിക്ക് ഇത്ര അനുയോജ്യമായൊരു തീരുമാനം ഇനി ഉണ്ടാകാനില്ല. ഏറ്റവും അനുയോജ്യമായ അത് ഞാൻ സത്യം പറഞ്ഞ ഹൈക്കമാൻഡിനോട് എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം പ്രിയപ്പെട്ട സതീശൻ ഈ സ്ഥാനത്ത് വന്നത് തീർച്ചയായും 100% അത് സ്വാഭാവികമായ നീതിയാണ്. അദ്ദേഹമാണ് പാർട്ടിയെ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിപക്ഷ നേതാവ്, UDF ചെയർമാൻ എന്നുള്ള രീതിയിൽ നയിച്ചത്. ഞാൻ അഭിമാനം കൊണ്ടൊരു നിമിഷം ഞാൻ പറയാം. കേരളത്തിലെ UDF ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ പറയുകയാണ്, 100 സീറ്റിൽ അധികം കിട്ടും. 100 സീറ്റല്ല, 100-ലധികം സീറ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. ഇത്രയേറെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ജനങ്ങളുടെ, പ്രവർത്തകരുടെ, ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ആത്മവിശ്വാസം വളർത്തിയ അണികൾക്ക് ആത്മവിശ്വാസം കൂടുതൽ പകർന്നു കൊടുത്ത ആ ഒരു തീരുമാനം സതീശനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എൻ്റെ ഒരു അനുജൻ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണ്. അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനം പറഞ്ഞാൽ, അതുപോലെ വർഗീയ കക്ഷികളുമായി സന്ധിയില്ല എന്നുള്ള തീരുമാനം, ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അത് ശരിയുമല്ലല്ലോ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, കാലാകാലങ്ങളിൽ അധികാരത്തിൽ വരുന്നവർക്ക് അവരെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോയി തൻകാര്യം നേടുന്ന പല സാമുദായിക പ്രമാണിമാരുണ്ടല്ലോ. അവരുടെ ഒന്നും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ, അവർക്ക് കീഴ്പ്പെടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, UDFന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച, അതാണ് സതീശന് ജനങ്ങൾക്ക് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. സതീശൻ കോൺഗ്രസിനെ ഒന്നിച്ചു കാര്യം ചെയ്തു, UDF സംവിധാനത്തെ എല്ലാ ഘടകകക്ഷികളെയും അദ്ദേഹം കാരി ചെയ്തു. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ചതുപോലെ, ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ UDFലെ എല്ലാവരും ഘടകകക്ഷികളും സതീശനോട് വലിയ താല്പര്യമാണ് പ്രകടിപ്പിച്ചത്. അതൊക്കെ തെളിയിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ഭരണ സംവിധാനത്തിൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം, UDFൽ അദ്ദേഹത്തിനുള്ള വിശ്വാസം, UDFന്റെ നേതൃത്വത്തിൽ, UDFന്റെ ഘടകകക്ഷികളിൽ, കോൺഗ്രസ് മഹാപ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിനുള്ള അചഞ്ചലമായ വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്.
സതീശനിൽ നിന്നും കേരളം ഒരുപാട് പ്രതീക്ഷിക്കുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ വികസന രംഗത്ത് ഏറെ മുന്നേറാൻ പറ്റിയിട്ടില്ല. അതുപോലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളുടെ അവകാശങ്ങൾ പലപ്പോഴും ഹനിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഒരു നവകേരള സൃഷ്ടി, അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ ഒരു പുതുയുഗ സൃഷ്ടി കേരളത്തിലുണ്ടാകാൻ അദ്ദേഹം അതിന് നേതൃത്വത്തിലുള്ള മിനിസ്ട്രിക്ക് സാധിക്കട്ടെ. നീതിപൂർവമായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അധികാരം വരുമ്പോൾ അടുത്ത് കൂടുന്ന ചില ചങ്ങാതിമാരുണ്ട്. ആ ചങ്ങാതിമാരെ കരുതലോടെ കൈകാര്യം ചെയ്യാം. പലർക്കും ഞാൻ ഉദാഹരണം പറയാം. പിണറായിക്ക് പറ്റിയ പാളിച്ചെന്താ? പുള്ളി അധികാരം ഏൽക്കുന്ന ദിവസം പറഞ്ഞത് അവതാരങ്ങളെ മാറ്റി നിർത്തുമെന്നാണ്. പക്ഷേ സർവ്വ അവതാരങ്ങളും അദ്ദേഹത്തിന് ചുറ്റും കൂടി അദ്ദേഹത്തെ നിലയിലാക്കി. അതാണ് സംഭവിച്ചത്. അതൊരു പാഠമാണ് സതീശൻ. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലൊരു മാതൃകാ ഭരണ സംവിധാനം, ജനാധിപത്യത്തിൽ ജനനന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് ഇമ്പ്രൂവ് ചെയ്യലാണ്. ആ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുന്നതിന് കേരളം മുൻകാലങ്ങളിൽ നേടിയ നേട്ടം, അടുത്ത കാലത്തല്ല പഴയ കാലത്ത് നേടിയ നേട്ടം, അതിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ അനുജന്, പ്രിയപ്പെട്ട സതീശന് സാധിക്കട്ടെ. നാടിനും ജനങ്ങൾക്കും ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ യുഗം സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ.